പണ്ട് കുന്നുകൾക്കും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എളിയ ഗ്രാമത്തിൽ ടോം എന്ന ഒരു കുട്ടി താമസിച്ചിരുന്നു. ഒരുപാട് കഷ്ടതകൾക്കിടയിലും മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയുമുള്ള ആളായിരുന്നു ടോം. വളരെ മനോഹരമായിരുന്ന ഒരു ദിവസം, വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു മന്ത്രവാദി ഗ്രാമത്തിലെത്തി. ഒരു മിന്നാമിനുങ്ങിനെ പോലെ അലഞ്ഞുതിരിഞ്ഞു നടന്നയാൾ ടോമിന് ഒരു ചെറിയ മാന്ത്രിക വിത്ത് നൽകി. കുഞ്ഞെ, ഈ വിത്ത് ശ്രദ്ധയോടെ നടുക. നിങ്ങളുടെ ഈ ഗ്രാമം അതിമനോഹരമായി മാറുന്നത് കാണാം. മന്ത്രവാദി മന്ത്രിച്ചു. കൗതുകവും അതിലുപരി വളരെ പ്രതീക്ഷയോടെയും ടോം തന്റെ ചെറിയ കുടിലിനടുത്തുള്ള ഒരു ചെറിയ മണ്ണിൽ വിത്ത് നട്ടു. ടോമിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരു മാന്ത്രിക പൂന്തോട്ടം മുളച്ചു വന്നു. മനോഹരമായ പൂക്കളും തിളങ്ങുന്ന ചിത്രശലഭങ്ങളും എല്ലാ നിറങ്ങളിലുമുള്ള പഴങ്ങളും ഒരിക്കൽ തരിശായിരുന്ന ആ ഭൂമിയെ മനോഹരമായി അലങ്കരിച്ചു. പൂന്തോട്ടത്തിനു കേവലം സൗന്ദര്യം മാത്രമായിരുന്നില്ല, ഗ്രാമത്തിനാകെ സമൃദ്ധമായ ഭക്ഷണവും സന്തോഷവും കൂടി നൽകി. മാന്ത്രിക ഉദ്യാനത്തെക്കുറിച്ചുള്ള വാർത്ത വളരെ നല്ലവനായിരുന്ന രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് ടോമിനെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പുതിയ ഭരണാധികാരിയാകാൻ ടോം യോഗ്യനാണോ എന്ന് നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെ നടന്നു. സ്വയം തെളിയിക്കാൻ രാജാവ് ടോമിനെ വെല്ലുവിളിച്ചു. തളരാതെയും നിശ്ചയദാർഢ്യത്തോടെയും ദയയോടെയും ടോം ഓരോ വെല്ലുവിളിയും നേരിട്ടു. അവൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് പസിലുകൾ പരിഹരിച്ചു, ദുരിതമനുഭവിക്കുന്ന മൃഗങ്ങളെ സഹായിച്ചു, ആവശ്യമുള്ള ഗ്രാമീണരെ സഹായിച്ചു. ടോമിന്റെ ഔദാര്യവും അനുകമ്പയും രാജാവിൽ മതിപ്പുളവാക്കി. രാജകീയ സിംഹാസന മുറിയിൽ നടന്ന മഹത്തായ ചടങ്ങിൽ രാജാവ് ടോമിനെ പുതിയ രാജാവായി കിരീടമണിയിച്ചു. നീ ഉയരത്തിൽ ചെറുതായിരിക്കാം, പക്ഷേ നിന്റെ ഹൃദയം മഹത്തരമാണ്. ദയോടെ ഭരിക്കുക കുമാര. ബുദ്ധിമാനായ പഴയ രാജാവ് പ്രഖ്യാപിച്ചു. ടോം തന്റെ പുതിയ വേഷം കൃപയോടും വിനയത്തോടും കൂടി സ്വീകരിച്ചു. ദയാപ്രവൃത്തികൾ, രാജ്യത്തിന്റെ പുരോഗതി, സന്തോഷത്തിന്റെ വ്യാപനം എന്നിവയാൽ അദ്ദേഹത്തിന്റെ ഭരണം അടയാളപ്പെടുത്തി. ആ മനോഹരമായ പൂന്തോട്ടം ഇപ്പോൾ പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഗ്രാമത്തിനപ്പുറവും അത് തഴച്ചു വളരാൻ തുടങ്ങി, രാജ്യത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഗ്രാമത്തിനപ്പുറവും അത് തഴച്ചു വളരാൻ തുടങ്ങി, രാജ്യത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഒരു അല്പം ദയ മാത്രമെങ്കിലും ഹൃദയത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാന്ത്രികത എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അവരെല്ലാം സന്തോഷത്തോടെ വളരെക്കാലം ജീവിച്ചു.